ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു അഫോർഡബിൾ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഒരു ക്രോഷറ്റ് കിറ്റാണ് കേട്ടോ. ഇപ്പോൾ ക്രോഷ എവിടെ നോക്കിയാലും ക്രോഷറ്റ് അല്ലെങ്കിൽ ക്രോഷ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 288 ആയിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ കേട്ടോ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് 327 ആയിട്ടുണ്ട്. അപ്പോൾ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ റൈറ്റിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു മീഷോയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പ്രൊഡക്ട്സ് കിട്ടും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാനൊരു 2 മാസം മുന്നേ വാങ്ങിച്ചതാണ്, പക്ഷേ ഇപ്പോഴാണ് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. കാരണം എനിക്കിതൊരു വട്ടം പഠിച്ചപ്പോൾ തന്നെ മതിയായി. അപ്പോൾ ആദ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഇത് ഈ ഒരു സാധനമാണ്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഈ ഒരു കിറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടണതാണ് കേട്ടോ. ഇതിൻ്റെ യൂസും കാര്യങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് അറിഞ്ഞുകൂടാ. രണ്ടാമത് വരുന്നത് ഈ ഒരു നിറ്റിംഗ് നീഡിലാണ്. നമ്മൾ സാധാരണ ക്രോഷറ്റിന് യൂസ് ചെയ്യുന്ന നീഡിൽസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രോഷറ്റ് കിറ്റ് ഉണ്ട്. എനിക്ക് കിട്ടിയ ക്രോഷറ്റ് കിറ്റിനകത്ത് 6 നീഡിൽസ് ആയിരുന്നു ടോട്ടലായിട്ട് ഉണ്ടായിരുന്നത്. 3 വലുതും പിന്നെ 3 ചെറുതുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നീഡിൽസിൻ്റെ ആവശ്യമില്ല. ഒരു നീഡിൽ 2 നീഡിലൊക്കെ ക്രോഷറ്റിന് മതി, അല്ലെങ്കിൽ ക്രോഷ് ചെയ്യാൻ മതി. പക്ഷേ അവർ തന്നതിനകത്ത് 6 ഉണ്ടായിരുന്നു കേട്ടോ. 3 വലുതും 3 ചെറുതും, അതായത് മീഡിയം സൈസ് ആയിരുന്നു. അധികം ചെറുതല്ല, മീഡിയം സൈസ് ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത ഉണ്ടായിരുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ സേഫ്റ്റി പിന്ന്. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സേഫ്റ്റി പിന്നല്ല കേട്ടോ. ആ ഒരു മോഡലാണ്, പക്ഷേ പ്ലാസ്റ്റിക് ആണെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉപകാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രോഷറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഹുക്ക് കയറ്റിയ ഹോളിനകത്ത് നമ്മൾ ഈ ഒരു പിന്ന് വെച്ചിട്ട് നോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത തൊട്ട് ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഹോൾ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് ആ ഹോൾ ചിലപ്പോൾ കയറിപ്പോയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ സേഫ്റ്റി പിൻസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു 30 സേഫ്റ്റി പിൻസ് ഉണ്ടായിരുന്നു ഇതിനകത്തും. ടോട്ടലായിട്ട് മൾട്ടി കളേഴ്സും ആയിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊരു ക്രാഫ്റ്റ് ചെയ്യാൻ തോന്നി കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല രസമില്ല, നല്ല ക്യൂട്ടും പേസ്റ്റൽ കളേഴ്സിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ആൻഡ് ക്വാളിറ്റി ഒക്കെ പറയാനാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ യൂസ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത ഫസ്റ്റ് ക്രോഷേ എന്ന് പറയുന്നത്. ഇത് തന്നെ ഞാൻ കുറേ നേരം എടുത്തിട്ടാണ് ചെയ്തത്. ഇത് ചെയിനും പിന്നെ സിംഗിൾ ക്രോഷയും കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ചെയിൻ ചെയ്തപ്പോൾ തന്നെ ആദ്യം ഒരു പ്രശ്നമായിരുന്നു. പിന്നെ സിംഗിൾ ക്രോഷയും കൂടി ചെയ്തപ്പോൾ എനിക്ക് എന്തോ പ്രൊജക്റ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നായിപ്പോയി. നമ്മുടെ സാധാരണ വുള്ളൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഇത് ചെയ്യുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സേഫ്റ്റി പിന്നിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇത്, ഈ ഒരു നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന പ്രൊജക്റ്റിൻ്റെ ഹോളിനകത്തേക്ക് നമ്മൾ ഈ സേഫ്റ്റി പിൻ വയ്ക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത വട്ടം എന്താ പറയുക, ഹോൾ മിസ്സാവത്തില്ല, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് 30 എണ്ണമൊന്നും ആവശ്യമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു കിറ്റിനകത്ത് ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയത് എനിക്കും. ഇന്ന് നമ്മുടെ മെയിനായിട്ടുള്ള ഹൂക്കാണ് കേട്ടോ. ഈ ഒരു കിറ്റിനകത്ത് 9 ഹൂക്കായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം പല പല സൈസുകളായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഹൂക്ക് ഭാഗം വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ, നമ്മൾ അടിയിൽ പിടിക്കുന്ന ഭാഗം വന്നിട്ട് സിലിക്കോണും ആയിരുന്നു കേട്ടോ. ഇത് പിടിക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളുമാണ്, നല്ല കംഫർട്ടബിളാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ മുകളിലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഭാഗവും നല്ലതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് സൈസ് കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തെ തന്നെ 2 mm ആണ്. അതിൻ്റെ ഹൂക്ക് വരുന്നത് ഇതാണ് കേട്ടോ, ഭയങ്കര തിന്നായിട്ടുള്ള ഹൂക്കാണ്. രണ്ടാമത്തേത് വരുന്നത് 2.5 mm നീഡിലാണ്. അതൊരു ഓറഞ്ച് കളറാണ് കേട്ടോ. അതിൻ്റെ ഹൂക്ക് വരുന്നത് ഈ 2 mm കുറച്ചും കൂടി തിക്കാണ്. ഇനി തേർഡ് വരുന്നത് 3 mm നീഡിലാണ് കേട്ടോ. അതിൻ്റെ ഹൂക്ക് അത്യാവശ്യം കുറച്ച് തിക്കാണ്. അതുപോലെ തന്നെ ബോഡിയൊക്കെ ഇതിനും സെയിമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന് കണ്ടില്ല കേട്ടോ. ഇനി അടുത്തത് 3.5 mm നീഡിലാണ്, യെല്ലോ കളർ. അതിൻ്റെ ഹൂക്കും കുറച്ച് തിക്കായിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു 4 mm നീഡിലാണ്. ഇത് ഞാൻ പല ക്രോഷറ്റ് കിറ്റിനകത്തും കണ്ടിട്ടുണ്ട്, 173-ൻ്റെയൊക്കെ. പക്ഷേ അത് 4 mm ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് 4.5 mm ഹൂക്കാണ്. ഇത് 4 mm ഇതിൻ്റെ ആ ഒരു ഹൂക്ക് ഭാഗം വന്നിട്ട് കുറച്ചും കൂടി തിക്കാണ്. ഇനി അടുത്ത് വരുന്നത് നല്ല പർപ്പിൾ കളറിലുള്ള 5 mm ഈ ഒരു ഹൂക്കാണ് കേട്ടോ. എല്ലാം ഒരേപോലെയാണ്, മെറ്റീരിയലൊക്കെ ഒരേപോലെയാണ്. അടുത്തത് 5.5 mm ആണ്. ഇതിൻ്റെ കളർ നല്ല രസമുണ്ടല്ലേ, എനിക്കിഷ്ടപ്പെട്ടിട്ടാ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ 6 mm ആണ്, കുറച്ചും കൂടി തിക്കാണ്. അതുപോലെ തന്നെ ആ മുകളിലത്തെ ഹൂക്ക് ഭാഗം കുറച്ചും കൂടി തിക്കായിട്ട് വരും കേട്ടോ. ഇത് നമുക്ക് വലിയ നീഡിൽസ്, വലിയ നമ്മൾ ചെയ്യുന്ന യാർഡ്സിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ടോട്ടൽ 9 ഹൂക്കാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഈ ഒരു പ്രൈസിൽ ഇത്രയും കിട്ടുന്നത് ഭയങ്കര എന്താ പറയുക, ഭാഗ്യമാണ് ഗൈസ്. അപ്പോൾ എല്ലാം ഓരോരോ സൈസാണ്. പിന്നെ അടുത്തത് കിട്ടുന്ന നല്ല ഷാർപ്പായിട്ടുള്ള സിസേഴ്സാണ്.
സിസേഴ്സ് ഒരു കവറിലൊക്കെ ആയിട്ട് നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ. ഞാനിത് പൊട്ടിച്ചിട്ട് 3-4 മാസമായല്ലോ. അതുകൊണ്ട് സിസേഴ്സൊക്കെ ഞാൻ ക്രാഫ്റ്റിന് യൂസ് ചെയ്തിട്ട് അവിടെ നിന്നാണ് പെറുക്കിക്കൊണ്ട് വന്നത്. പിന്നെ പറഞ്ഞത് ഇതുപോലത്തെ നമുക്ക് കിട്ടുന്നത് വുള്ളൻ ത്രെഡ്സ് ആണ് കേട്ടോ. വുള്ളൻ ത്രെഡ്സ് സത്യം പറഞ്ഞാൽ വുള്ളൻ ത്രെഡ്സിൽ ക്രോഷറ്റ് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിനൊക്കെ നമുക്കതാ ഭേദം. അല്ലെങ്കിൽ നമ്മൾ കോട്ടൺ യാൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ 3 കളറായിരുന്നു. ഒന്ന് വൈറ്റ്, അതുപോലെ തന്നെ പിങ്ക്, അതുപോലെ തന്നെ ഈ ഒരു യെല്ലോയും റെഡും കേട്ടോ. ഈ ഒരു മാംഗോ യെല്ലോ, എനിക്ക് ഈ ഒരു യെല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പിന്നെ വേറൊരു കളറും കൂടി ഉണ്ടായി, ഞാനത് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ 5th കളർ വരുന്നത്. ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ. അപ്പം 5 വുള്ളൻ ത്രെഡ്സ് ആണ് കിട്ടുന്നത്. അപ്പം ഈ ഒരു കിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 5 ത്രെഡ്സും പിന്നെ ഇതുപോലെ 9 ഹുക്സും പിന്നെ ആ ഒരു മഞ്ഞ സാധനവും പിന്നെ നീഡിൽസും പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി പിന്നും സിസേഴ്സും ആണ് കേട്ടോ. എനിക്ക് കിട്ടിയ 288 റേറ്റിൽ ഇത് ഭയങ്കര അഫോർഡബിളും ആയിരുന്നു. ആൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. ഇപ്പം അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞ പോലെ 327 ആ ഒരു റേഞ്ചിലോട്ടായിട്ടുണ്ട്. അതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഇനി ക്രോഷറ്റ് അല്ലെങ്കിൽ ക്രോഷറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു മസ്റ്റ് ബൈ ആയിട്ടാണ്. അപ്പം ബൈ.